ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. എനിക്ക് തോന്നുന്നില്ല അത് ഇവനാണെന്ന്. അതുകൊണ്ട് നമ്മുടെ എം സി പറയാണ്, ഇവിടെ എൻ്റെ ഇത്ര മണല്. അപ്പോൾ ആ ഡിസൂൺ മനസ്സിൽ പറയാണ്, ആരാ ഇവൻ? എനിക്ക് ഉറപ്പാണ് അവൻ മോൺഹ ഡിവൈൻ ഡ്രാഗൺ അല്ലെന്ന്. പക്ഷേ അവൻ്റെ റൂഡ് ആറ്റിറ്റ്യൂഡിനേക്കാൾ ഉപരിയായിട്ട് വേറെന്തോ അൺയൂഷ്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വെൽ ബാലൻസ്ഡ് ബോഡി മസിൽസും ഫേസുമായിട്ടുള്ള ഹാർമണി കണ്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ കൊള്ളാം. എൻ്റെ എം സി പറയാണ്, ഇന്നാണോ അത്? അവിടെ യോഞ്ചും പറയാണ്, അല്ല, അതിന് ഇനിയും 3 ദിവസം കൂടെ ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചേ? സെക്യൂരിറ്റി നിന്നെ അന്വേഷിക്കുന്നു. പിന്നെയും തുടങ്ങി. എൻ്റെ ട്രെയിനിങ് ഓർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സങ്കടം തോന്നിക്കാണും. അതുകൊണ്ട് നിന്നോട് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞാണ്. സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടം. പെട്ടെന്ന് യോജൻ പറയുകയാണ്, അതല്ല. അതല്ലെന്നോ? പിന്നെന്ത്? എം സി അപ്പോഴാണ് നമ്മളെ ആ ഡിസ്പ്ലിനെ ശ്രദ്ധിക്കുന്നത്. അവൻ ചോദിച്ചു, ഇതാരാ? യോജൻ പറയുന്നു, വിൻ സോയാം, ഹുവാൻ ഷാഡോ സെറ്റിലെ ആളാണ്. ഹുവാൻ ഷാഡോ സെറ്റ്? അപ്പം അവൻ അവിടുത്തെ ആണല്ലേ? പാസ്റ്റിലെ മൗണ്ട് ഹ സെറ്റിൻ്റെ അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ്. ഹുവാ ഷാഡോസ്. ഞാൻ ഓർത്തു അതെല്ലാം അടച്ചു പൂട്ടിയെന്ന്. ഇപ്പോഴും സർവേ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ യോജൻ ചോദിക്കുന്നു, നിനക്കറിയാവോ അവരെ? അപ്പോൾ എം സി, ഇല്ല, ഞാനെങ്ങനെയാണ് അവരെ അറിയുന്നത്? അണ്ട് യോജൻ പറഞ്ഞു, നമുക്ക് സെറ്റിൽ ചെയ്തേ പോയി കാണാമെന്നാണ്. എം സി അങ്ങനെ സമ്മതിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നു. എന്നിട്ട് എം സി അവിടെ നടന്നു പോകുന്നു. എം സിയുടെ ഈ സ്വഭാവം എല്ലാം കണ്ടിട്ട് ആ ഡിസബിൾ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം എല്ലാം കണ്ടിട്ട് അദ്ദേഹം ഒരു ടൂറിസ്റ്റാണെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് ഏതാണ്ട് അദ്ദേഹം ഒരു ഗ്യാങ്സ്റ്ററിനെ പോലെ ഫീൽ ചെയ്യുന്നു. യോജൻ പറയുന്നു, നമുക്ക് അവൻ്റെ കൂടെ പോകാമെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ആ ഡിസബിൾ ചോദിക്കുകയാണ്, നമ്മൾ മൗൺഹ ഡിവൈൻ ഡ്രാഗനെ കാണാൻ പോകുന്നില്ലേ? നിങ്ങളല്ലേ പറഞ്ഞേ നമ്മളിവിടെ വന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ്? യോഞ്ചൻ ഇത് കേട്ടിട്ട് പറയണം, ഈ മൗൺഹ ഡിവൈൻ ഡ്രാഗൻ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നോക്കി വന്ന ആൾ അവനാണ്. ഇതൊന്ന് കേട്ട് ഞെട്ടി നമ്മുടെ ആ ഡിസബിൾ ചോദിക്കുക, അവനാണോ ചൂമ്യം? ഇത് കേട്ട് ഇപ്പം നമ്മുടെ ഡിസബിളിൻ്റെ മനസ്സിലുള്ള സകല രൂപവും പോയി എം സിനെ കുറിച്ചുള്ള. അപ്പോൾ നമ്മൾ യോഞ്ചൻ പറയണം, നീ ഇതൊക്കെ കേട്ട് അതിശയിക്കാൻ വരട്ടെ, ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ട് ഞെട്ടാൻ വേണ്ടി. അവിടെ നമ്മുടെ എൽഡേഴ്സ് മീറ്റിങ്ങിൽ അപ്പോൾ എം സി വളരെ ദേഷ്യത്തിൽ അവിടെ ബെഞ്ചിൽ കൈയിടിച്ച് പറയുകയാണ്, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? വുഡാങ് സെറ്റിലെ ഔട്ടർ സെറ്റ് ഡിസ്പിൾസ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയും അതിനുപരിയായിട്ട് അവരുടെ മെയിൻ സെറ്റിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കുകയും ചെയ്തു. അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്? നമ്മുടെ എം സിയുടെ സ്വഭാവം എല്ലാം കണ്ടത് ഞെട്ടി നിൽക്കുവാണ് നമ്മുടെ ഡിസിപ്പിളും. അതുകൊണ്ട് എം സി പറയുന്നു, വിഷമിക്കേണ്ട സെക്രട്ടറിടാ, ഞാൻ അവിടെ പോയിട്ട് ഈ പ്രശ്നമെല്ലാം ശരിയാക്കി തരാം. അവിടെ നമ്മുടെ യോഞ്ചോങ് ആണെങ്കിൽ കുറച്ച് ടെൻഷനോടെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? എം സി ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ, വേറെങ്ങനെ, ഞാൻ അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് കയറി ചെല്ലും, അവരുടെ എല്ലാം തല തല്ലി പൊളിക്കും. ആ അക്കാഡമി നായകളുടെ. അത് പാത്ത് അക്കാഡമിന്. അതെ, ആ പാത്ത് അക്കാഡമിയാണ്. ഇതെല്ലാം കണ്ടു കേട്ടിട്ട് നമ്മുടെ സെക്രട്ടറി പറയുന്നു, നമ്മൾ അവരെ പറഞ്ഞു വിടുന്നത് ശരിയായിരിക്കുമോ? അപ്പോൾ യോഗം പറയാണ്, നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കണമെന്ന് തോന്നുന്നു സെല്ലിയുടെ. അവർ നമുക്ക് പ്രൊട്ടക്ഷൻ ഫീസ് തരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതിനെ പ്രൊട്ടക്ഷൻ മണി എന്ന് പറയില്ലേ? വല്ല ഫണ്ടിങ് വല്ലതും ഒന്ന് പറ. എന്തായാലും അതെല്ലാം സെയിമാണ്. എങ്ങനെയാണെങ്കിലും സെറ്റിലർ അവർ നമ്മുടെ അടുത്ത് ഫൈറ്റിന് വന്നു, നമ്മൾ എന്തായാലും തിരിച്ചടി നൽകണം. ഇത് എൻ്റെ കയ്യിലേക്ക് വിട്ടേക്ക്, ഞാൻ പോയിട്ട് എല്ലാം ശരിയാക്കി തരാം. അപ്പം ഞാൻ ഇപ്പം തന്നെ പോട്ടെ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സെറ്റിലറിനാണ് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. പിന്നെ നീ നാളെ തന്നെ പുറപ്പെടണം. അവിടെ നമ്മുടെ എം സി അത് കലക്കി, എനിക്ക് എത്രയും പെട്ടെന്ന് ആ വുഡാങ് നായകളെ കാണാൻ പറ്റുമല്ലോ. ശരി, എങ്ങനെയാണെങ്കിലും നിൻ്റെ അപ്പം പോകുന്നവരെ ആരാന്ന് ഞാൻ പറയാം. എന്നിട്ട് സെല്ലിയറാണ് പറയുകയാണ്, യോജോങ്ങിൻ്റെ അത് പറയുകയാണ്, ഈ ഡിസിപ്ലിന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസിപ്ലിൻസും എൽഡേഴ്സും എല്ലാം പുറത്തു പോകുന്നു. അപ്പം സെറ്റ്ലിയർ ജൂമിയും, ഐസൊലേറ്റഡ് ട്രെയിനിങ് നിന്നെ ഹെൽപ്പ് ചെയ്തോ? അത് പഞ്ചിങ് ബാഗ്സ് എനിക്ക് ആൻസർ തരും. ഇത് കേട്ടിട്ട് നമ്മൾ സെറ്റ്ലിയർ ഒന്ന് ചിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എം സി ആണ് പുറത്തു പോകുന്നത്. എന്നിട്ട് എൽഡേഴ്സ് എല്ലാം അവിടെ ഇരിക്കുകയാണ്. യോങ്സാങ്, സെറ്റ്ലിയർ, ഞാനിത് ചിലപ്പം ഓവർ തിങ്ക് ചെയ്യുകയായിരിക്കും, പക്ഷേ ആ വുഡൻ സെറ്റിലെ ആൾക്കാരുടെ പെട്ടെന്നുള്ള അപ്പിയറൻസും പിന്നെ ഇത്രയും നാളായിട്ടും അവിടെ ഇതിലൂടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം ഇതെല്ലാം കോയിൻസിഡൻസ് ആയിരിക്കുമോ? യോസ് അങ്ങനെ ചോദിക്കണം, നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്കറിയില്ല നമ്മൾ ജൂമിങ്ങിനെ സെൻഡ് ചെയ്യുന്ന നല്ല തീരുമാനമാണോന്ന്. ചിലപ്പം അവരെന്തെങ്കിലും ആക്സിഡൻറ്റ്. അപ്പോൾ യോസങ് പറയാണ്, സെറ്റിലർ അങ്ങനെ ആയിരിക്കില്ല. ജൂമിയങ്ങിന് വേണ്ടി മാത്രമായിട്ട് അവർ നമ്മളെ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല. നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് നേടാൻ വേണ്ടിയാണ്? ന്യായാങ്ങിലെ ആ ചെറിയ സ്ഥലത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലതാനും. എന്നിട്ട് സെറ്റിലർ പറയുകയാണ്, ആ കോൺഫറൻസ് കഴിഞ്ഞ ശേഷം ജൂമിങ് കുറേ ഫേമസ് ആയി. ആൾക്കാരിപ്പോൾ പറയുന്നു ഈ ന്യൂ ജനറേഷനിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും അവനെന്ന്. എനിക്ക് ഏറ്റവും അധികം ടെൻഷൻ തോന്നുന്നത് എന്തെന്നാൽ അവൻ്റെ ആ നിക് നെയിം മോങ്ഹുവ ഡിവൈൻ ഡ്രാഗൺ, അത് എക്സാഗ്രേറ്റഡും ഐ ക്യാച്ചിങ്ങുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അവൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ? അപ്പം യോഗം ചോദിക്കണം, നമ്മൾ എന്ത് ചെയ്യും? സെറ്റിലിയറിന് മനസ്സിലായില്ല. എൻ്റെ യോഗം പറയണം, സെറ്റിലിയർ, നമ്മുടെ ബാക്കിയുള്ള ഡിസിപ്പിൾസ് അവന് കൊടുത്തേക്കുന്ന നിക് നെയിം എന്തെന്നറിയോ ജൂമിങ്ങിന്? എന്ത്? മോൺഹുവാസ് മാഡ് ഡോഗ്, മോൺഹുവയുടെ ഭ്രാന്തൻ നായ. അപ്പം നമ്മുടെ എം സിയുടെ രൂപമാണ് അവൻ സെറ്റിലിയറിൻ്റെ മനസ്സിൽ കൂടെ പോയി.
എന്നിട്ട് അയാളുടെ പറയുന്നു, ആ പേര് അത്ര നല്ലതായിട്ടുണ്ട്, നമുക്കതിനെ ഫിയേഴ്സ് ഡോഗ് എന്ന് പറയാം. സെറ്റ്ലിയർ നമ്മുടെ ഡിസ്പിൾസ് ഒരുപാട് ട്രെയിൻ ചെയ്തു. ഈ വുഡങ് സെറ്റിലെ ഷാവലിൻ്റെ ആൾക്കാർ പോലും നമ്മുടെ ഡിസ്പിൾസിനെ താഴ്ത്തി കാണാൻ പറ്റില്ല. അതിലുമുപരി നമ്മുടെ ഡിസിപ്പിൾസിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ചൂമിങ് ആണ്. കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ മൗണ്ട് ഹോ ഡിവൈൻ ഡ്രാഗനെ ചാലഞ്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അവൻ എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന്. പക്ഷേ അവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരാളെ വേണം. നമുക്കെന്തുകൊണ്ട് അവൻ്റെ കൂടെ കുറച്ച് പേരെ അയച്ചുകൂടാ? അടുത്തത് കാണിക്കുന്നത് നമ്മുടെ എം സിയും ഡിസിപ്പിൾസും എല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. എന്നിട്ട് എം സി ആണ് അവിടെ ഫുഡ് കഴിക്കുന്നത്. എം സിയുടെ ഈ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിളാണ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ആ റൂമേഴ്സ് എല്ലാം സത്യമല്ലായിരുന്നോ? എൻ്റെ അടുത്തിരിക്കുന്ന ഇദ്ദേഹമാണ് മൗണ്ട് ഹോസറ്റിൻ്റെ ഡിവൈൻ ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിശ്വസിക്കും. എന്നിട്ട് നമ്മുടെ എം സി ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നോക്കിയിട്ട്, ഞാനില്ലാത്ത സമയം നിങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്തു എന്ന് തോന്നല്ലോ. അടുത്തുള്ള ഡിസിപ്പിൾസ് എല്ലാം നമ്മുടെ യോൻ ചൊങ്ങിനെ കുറ്റം പറയുകയാണ്. അവർക്ക് കുറച്ച് നാളെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു. എന്തിനാണ് അവനെ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. യോൻ ചോങ്ങിന് അതെല്ലാം മനസ്സിലായി. അത് യോൻ ചോങ് പറയാണ്, എല്ലാവരും നന്നായി ട്രെയിൻ ചെയ്തു, എനിക്ക് അവരുടെ എല്ലാ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് ഒന്ന് കാണണമല്ലോ. അപ്പോൾ യോൻ ചോങ് മറ്റേ ഷാഡോ സിറ്റീൻ്റെ കാര്യം പറയുന്നു. ആ ശരിയാണ്, അതാണിപ്പോൾ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ നമ്മളെപ്പോഴാണ് പോകുന്നത്? സെല്ലിഡോ പറഞ്ഞത് നാളെ തന്നെ പോകാനാണ്. ഓ, അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനേക്കാളും കുറച്ച് നേരത്തെ പോകാൻ പറയുന്നതിൻ്റെ അർത്ഥം സിറ്റുവേഷൻ അത്രയ്ക്ക് അർജൻറ്റാണെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ എം സിയുടെ പുറത്തേക്ക് വന്നു. അവിടെ നമ്മുടെ വിസിബിൾസായി ഇരിക്കുവാണ്. അവർ പറയുകയാണ്, ഞാൻ ഓർത്തു നമുക്ക് തല്ല് കിട്ടുമെന്ന്. ഇത് ശരിക്കും ഒരു നരകം പോലെ തോന്നുന്നു. അപ്പം നമ്മൾ മരിക്കുമെന്നൊക്കെ ഞാൻ ഓർത്തേ. എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ വിസിബിളാണ് കാര്യം മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ഈ കൂട്ടത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് അല്ലേ? എന്നിട്ടും അദ്ദേഹം ക്യാഷ്വലായിട്ട് എല്ലാവരും വർത്താനം പറയുന്നു. ബാക്കിയുള്ളവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നു. എൻ്റെ യോജൻ പറയുന്നു, നീ ഇതൊന്നും മനസ്സിലാക്കാൻ നോക്കണ്ട. എന്ത്? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും പെട്ടെന്ന് തന്നെ. അടുത്ത് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഡിസിപ്പിളും യോൻ ജോങ്ങും ജോലും എല്ലാം വഴി നിൽക്കുന്നു. ഡിസിപ്പിൾ പറയും, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന്. യോൻ ജോങ് പറയുന്നത്, വിഷമിക്കേണ്ട, എല്ലാവരും കൃത്യസമയത്ത് വരും. അപ്പം അവിടേക്ക് വരുന്നു നമ്മുടെ ജോവിൽ. അവരെത്തി. സീനിയർ ബയാക്ഷൻ. ഈ പേര് കേട്ടാണ് നമ്മുടെ ഡിസിപ്പിൾ നിന്ന് ഞെട്ടിയിട്ട് പുറകോട്ട് നോക്കുന്നു. ജിയാനുകുവിലെ ബാൻഡിറ്റ്സിനെ പിടിച്ച ഡിസിപ്പിൾസിനെ ലീഡ് ചെയ്ത ആൾ. അതിനൊപ്പം കുറേ അധികം പേരെ രക്ഷിക്കുകയും ചെയ്തു. റൈഷസോ ബാക്ചൂൺ. ഇദ്ദേഹം വളരെ കൂളാണ്. ശരിക്കും ഒരു ഹീറോയുടെ വൈബാണ് അവൻ വരുന്നത്. യോൺ ചോങ് ചോദിക്കുന്നു, രാത്രി നല്ല ഉറക്കമായിരുന്നു എന്ന്. ഈ ചോദ്യം കേട്ട് നമ്മുടെ ബാക്ചൂണാണ് ശരിക്കും ദേഷ്യം വന്നു. അവൻ പറയണം, നല്ല ഉറക്കമോ? നീ ഇപ്പോൾ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിനക്ക് നല്ല ഉറക്കം കാണുമായിരിക്കുമോ? അവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞത് തന്നെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ജിയാവൂല പോകുന്നതാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇത് കേട്ടിട്ട് നമ്മുടെ ഡിസിപ്ലിനാണ് കാര്യം മനസ്സിലാകുന്നില്ല. അണ്ട് ബാക്ചൂൺ പറഞ്ഞു, പിന്നെ നീ ആരെ? ഞാൻ ഹുവ ഷാഡോ സെറ്റിൽ നിന്നാണ്. എൻ്റെ പേര് വി. പെട്ടെന്ന് പുറകിൽ ആരോ വന്നിരിക്കുന്നു. അത് കണ്ട് ഞെട്ടി നമ്മുടെ പ്രിൻസിപ്പൾ നോക്കിയപ്പോൾ നമ്മുടെ സീനിയർ യു. ഇതാരാ? ഇവരെ പറഞ്ഞ എൻ്റെ പുറകെ വന്ന് നിന്നാ? ഇത് ഇവിടെ ശരിക്കും ബ്യൂട്ടിഫുൾ ആണല്ലോ. പക്ഷേ സീനിയർ യു ആണ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുന്നു. എന്തൊരു യുണീക്കായ സിറ്റുവേഷനാണ്. ഞാൻ കുറേ ആൾക്കാരെ സെറ്റിൽ കണ്ടു. അവരെല്ലാം തികച്ചും അതിശയകരമാണ്. എന്നാൽ അവരെക്കാളും എല്ലാം എന്നെ അതിശയിപ്പിച്ചത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു വരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അവിടെ നമ്മുടെ എം സി, നിങ്ങളെല്ലാം നേരത്തെ എത്തിയോ? എല്ലാവരും മനസ്സിലാണെങ്കിൽ നമ്മുടെ എം സിനെ കുറ്റം പറയുന്നുണ്ട്. അതെ, അവൻ്റെ ട്രെയിനിങ് കാരണം ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. എം സി ചോദിക്കുന്നുണ്ട്, സീനിയർ നിങ്ങളും വരുന്നുണ്ടോ? അതെ. ആ, നിങ്ങൾ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ നീയും കൂടെ വരുവാണോ? എന്തിന്? എന്ന് സീനിയർ യുവിനെ നോക്കി പറയുകയാണ്. അവിടെ നമ്മുടെ എല്ലാവരും എത്തിയോ? സെറ്റിലിരുന്ന ഡിസിപ്പിൾസ് എല്ലാം വെയിറ്റ് ചെയ്യുന്നു. സോയം, നീ വിഷമിക്കണ്ട, ഇവരെല്ലാം കാര്യങ്ങളെല്ലാം ശരിയാക്കും. അവനാണെങ്കിൽ സിസ്കളാണെങ്കിൽ നമ്മുടെ സെറ്റിൽ ചെയ്യുന്ന നന്ദി പറയുന്നു. ആക്ച്വൽ അവരെ നയിക്കാൻ ഞാൻ നിന്നെ ധൈര്യപ്പിക്കുന്നു. സിയോർ യോൺ ജോങ് ജോഗുൽ, നിങ്ങളെല്ലാം ബാഗ്ചുവിനെ ഹെൽപ്പ് ചെയ്യണം. അവരെല്ലാം സമ്മതിക്കുന്നു. എന്നിട്ട് അവസാനം ചൂമിൻ, സെറ്റിലർ, നീ അവിടെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരോട് പറയുന്നേക്കാൾ വ്യത്യസ്തമായിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്? സെറ്റിലർ യാചിക്കുകയാണ്. അപ്പം എം സി ആണെങ്കിൽ ശരി ശരി. എന്നിട്ട് എല്ലാവരോടും പൊക്കോളം സെറ്റിലർ പറയുന്നു. എന്നിട്ട് സെറ്റിലറിനോട് യാത്രയും പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നു. 2 വർഷം, ഇത് ഒരുപാട് നാളായി. ഇപ്പോൾ സമയമായിരിക്കുന്നു ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി മൗണ്ട് ഹോസറ്റ് തിരിച്ചു വന്നു എന്ന്. അവിടെ നമ്മുടെ എം സിയും ഡിസിപ്പിൾസ് എല്ലാം മൗണ്ട് ഹോസറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സെറ്റിലറിനാണ്. അവിടെ നമ്മുടെ യോങ്സങ് പറയുന്നു, 2 വർഷം മുമ്പ് സെറ്റ് കാരണം നമ്മുടെ ഡിസിപ്പിൾസ് നാണം കെടുവെന്നോർത്ത് നമ്മൾ വിഷമിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിലോ നമ്മുടെ ഡിസിപ്പിൾസ് വുഡങ് സെറ്റുകാരെ തല്ലുമെന്നുള്ള പേടിയിലും. നമുക്കവരെ വിശ്വസിക്കാം. അവരെന്തായാലും അത്ര റെക്ലസ് ഒന്നുമല്ല. അവർ ഉറപ്പായിട്ടും മൗണ്ട് ഹുവിനെ ഇനിയും പ്രശസ്തമാക്കും. സെക്രട്ടറിയാണെങ്കിൽ ഒന്ന് ശ്വാസം വിട്ടിട്ട് പറയുന്നു, അവർ മൗണ്ട് ഹുവിനെ ഇനിയും ഫേമസ് ആക്കും. ഇവിടെ കാണിക്കുന്ന സിറ്റി, അവിടെ നമ്മുടെ എം സിയും ഡിസിപ്പിൾസും അവർ പറയുന്നു, ഇവിടെ മുതൽ യാങ് വരെ നമുക്ക് നിർത്താതെ ഓടിപ്പോകാം. പക്ഷേ സോയാങ്ങിന് അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ വഴി നേടണം.
അപ്പോൾ നമ്മുടെ ആണ് പെട്ടെന്ന് അവിടെ വന്നിട്ട് അതോർത്ത് വിഷമിക്കേണ്ട, അതിനുവേണ്ടി ഒരു മെത്തേഡ് എൻ്റെ അടുത്തുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ആണെങ്കിൽ കയറിയിരുന്ന സിലോ എടുത്ത് കാണിക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നമ്മുടെ ഡിസിപ്പിൾസും ഇത് നീ എപ്പോൾ എടുത്തു? അടുത്ത് കാണിക്കുന്നത് നമ്മുടെ സിയും ഡിസിപ്പിൾസും ഒക്കെ കുതിരവണ്ടി ഇരുന്നിട്ട് യാത്ര തുടങ്ങുന്നതാണ്. അവിടെ നമ്മുടെ ആണെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ സോയം കാണാൻ മനസ്സിലാക്കുകയാണ്, ഈ ടൂറിസ്റ്റൊക്കെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുമോ? സോയാങ് മനസ്സിൽ ആലോചിക്കുന്ന പിടിയിട്ടിപ്പം വ്യാച്ചും പറയാണ്, മൗണ്ട് ഹസറ്റിൽ ആൽക്കഹോളിന് നിരോധനമില്ല. അപ്പോൾ നമ്മുടെ സ്വയം ശരി അതെയോ, പിന്നെ ഈ സിറ്റുവേഷൻ നീ ആണെങ്കിൽ മനസ്സിലാക്കാൻ നോക്കണ്ട, നിനക്കിത് അത്രയ്ക്ക് ഈസിയായിട്ട് മനസ്സിലാവില്ല. സോയാങ്ങും ആ കാഴ്ച നമ്മുടെ സിക്ക് കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. എൻ്റെ വേച്ചും ചോദിക്കുകയാണ്, സോയാങ് എസ് ടോസ്റ്റ് ബാക്ക്, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ കേട്ടില്ല. ഈ ഹുവ ഷാഡോ സെറ്റ് മൗണ്ട് ഹസറ്റിൻ്റെ ഔട്ടർ സെറ്റാണെന്നറിയാം, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നീ ഡീറ്റെയിൽസ് എന്ന് പറയുമോ? അപ്പോൾ സോയാൻ പറയുന്നു, ഇതത്ര സ്പെഷ്യലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ബേച്ചും ഇത് ഉറപ്പായിട്ടും സ്പെഷ്യൽ തന്നെയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ മോൺഹോയുടെ ഔട്ടർ സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ലായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെ ആയിട്ടും ഹുവാൻ ഷാഡോ സെറ്റ് ഞങ്ങളെ വിട്ടുപോയില്ല. അവർ ഈ ടൈറ്റിൽ അഭിമാനപൂർവ്വം കാത്തു സൂക്ഷിച്ചു. എനിക്ക് ഉറപ്പാണ് ലോകത്തിൽ ഇതുപോലത്തെ സ്ഥലം വേറൊരിടത്തും കാണില്ലെന്ന്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സോയാങ്ങിനാണ് ഇതൊക്കെ കേട്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സോയാൻ പറയുകയാണ്, ഇത് ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് ബ്യൂട്ടിയുടെ പേരിലാണ്. ശരിക്കും എൻ്റെ അച്ഛനാണ് മൗണ്ട് ഹസറ്റ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ അഭിമാനപ്പെടുന്നത്. അവിടെ നമ്മുടെ ആണ് ആ ഡ്രിങ്ക്സ് ഒന്ന് കഴിച്ചിട്ട് മനസ്സിൽ പറയുന്നു, അവർ ഒരുപാട് സഹിച്ചു. ആൾക്കാർ അവരുടെ അടുത്ത് കുറേയധികം പ്രാവശ്യം പറഞ്ഞു കാണും മൗണ്ട് ഹസറ്റിൽ നിന്ന് മാറാൻ. കാരണം തകരാറായ സെറ്റിൻ്റെ കീഴിൽ ചേരാൻ ആരും ആഗ്രഹിക്കില്ല. ഇപ്പോൾ ഇവർ മാറിയായിരുന്നെങ്കിൽ ഇവരുടെ ബിസിനസ്സൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് സോയാങ് അങ്കിൾമാൻ പറയുവാണ്, എൻ്റെ അച്ഛന് എന്തോരം സന്തോഷമായെന്നറിയോ ആ കോൺഫറൻസിലെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ. അദ്ദേഹം പറഞ്ഞു മൗണ്ട് ഹസറ്റ് അതിൻ്റെ ചിറക് വിരിച്ചു തുടങ്ങിയെന്ന്. അദ്ദേഹം ഒത്തിരിയൊന്നും കുടിയില്ലെങ്കിൽ പോലും ആ ദിവസം അദ്ദേഹം നന്നായി കുടിച്ചു. പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് മൗണ്ട് ഹസറ്റിൻ്റെ ഡിസിപ്പിൾ. ഒരു ഫസ്റ്റ് ജനറേഷൻ ഡിസിപ്പിൾ അല്ലാന്നിട്ട് അദ്ദേഹത്തിന് വളരെ അഭിമാനം ഉണ്ടായിരുന്നു മൗണ്ട് ഹസറ്റ് എന്ന ഡിസിപ്പിൾ നിലയിൽ. ഞങ്ങൾ ശരിക്കും ഭാഗ്യം കൊണ്ടാണ് ഇതുവരെയായിട്ടും തകരാറിയുന്നത്. എന്നാൽ അതും ഈ പാത്ത് അക്കാഡമി വരുന്നതിന് മുമ്പ് വരെ. കണ്ടോ നമ്മുടെ ബേച്ചൻ ഇത് കേട്ടിട്ട്, നീ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ പാത്ത് അക്കാഡമി മാസ്റ്ററുമായിട്ട് ഫൈറ്റിൽ തോറ്റുവെന്ന്? അതെ, പക്ഷേ അത് കുറച്ച് സ്ട്രേഞ്ചാണ്. എന്ത് സ്ട്രേഞ്ച്? എൻ്റെ അച്ഛൻ ഒരിക്കലും ട്രെയിനിങ് മുടക്കിയിട്ടില്ല. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെക്കാളും ചെറുപ്പമായിട്ടുള്ള ആൾക്കാരെക്കാളും വളരെ സ്ട്രോങ്ങറാണ്. അപ്പോൾ നമ്മുടെ മാൻസി ഇവൻ പറഞ്ഞത് കറക്റ്റാണ്. മാർഷൽ ആർട്ടിസ്റ്റ് സാധാരണ ആൾക്കാരെ പോലെയല്ല. അവരുടെ ഇൻറ്റേർണൽ എനർജി കൂടുന്തോറും അവർ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയും ചെയ്യും, പ്രായം വെക്കുന്നത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിമിൽ അവശനായ വയസ്സായവരെക്കാളും കൂടുതൽ ശക്തരായവർ ഉള്ളത്. എന്നിട്ട് സ്വയം പറഞ്ഞു തുടങ്ങുന്നു, പക്ഷേ പാത്ത് അക്കാഡമി മാസ്റ്റർ ആണെങ്കിൽ ശരിക്കും ചെറുപ്പമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ അവരുടെ മുമ്പിൽ തോറ്റു? ബാഗ്ചാണ് ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രേഞ്ചാണ്. ഇത് ചുമ്മാ 2 സെറ്റുകൾ തമ്മിലുള്ള ഫൈറ്റല്ല. എന്നിട്ട് സ്വയങ്ങളിൽ നമ്മളെ പറയുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് ഞാനിവിടെ വന്നെങ്കിലും മൗണ്ട് ഹസറ്റ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം നമ്മൾ നേരിടുന്ന വൂഡാങ് സെറ്റിനെയാണ്, അവരുടെ ഈസി ഓപ്പണൻ്റ് അല്ല. പക്ഷേ എന്നെപ്പോലെയല്ല എൻ്റെ അച്ഛൻ. അദ്ദേഹം മൗണ്ട് ഹസറ്റിൽ വിശ്വസിച്ചിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. ഇനിയിപ്പം എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ പറയുന്നു, എന്ത് സംഭവിച്ചാലെന്നോ? നീ എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ? ഇതിന് ഒരേ ഒരു അവസാനമുള്ളൂ, ആ നായികളുടെ തല തകരും. ഡി വാക്കുകളെല്ലാം കേട്ടിട്ട് നമ്മുടെ സോയാങ്ങനെ ഞെട്ടിപ്പോയി. അവൻ പറയുന്നു, ഇദ്ദേഹം എന്താണ് തല തകർക്കണമെന്നുള്ളതിൽ ഒബ്സസ്ഡ്? അത് ഞങ്ങൾക്കും സംശയം തന്നെയാണ്. അപ്പോൾ യോൻജോൻ പറയുന്നു, മര്യാദയ്ക്ക് സെറ്റ് ലീഡർ ഇങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടില്ലെന്ന്. അപ്പോൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും വേണമെന്നുള്ളത്. സെറ്റ് ലീഡറിന് എന്തായാലും ഒത്തിരി കാര്യമില്ല, അതുകൊണ്ട് തന്നെ ആ വുഡാങ്ങിലെ ആൾക്കാരെ ക്രഷ് ചെയ്യുന്നത് അദ്ദേഹത്തെ കാണിപ്പിക്കും ഞാൻ. എന്നാൽ മാത്രമാണ് ഒരു ഡേറ്റ് ആയിട്ട് അദ്ദേഹത്തിന് സന്തോഷത്തോടെ അസെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഡിസിപ്പിൾസാണ് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഇവൻ ശരിക്കും ഇൻക്രെഡിബിളാണ്. അവൻ ഒരേ സമയം നമ്മുടെ സെറ്റ് ലീഡറിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ യങ്സ് പറയുകയാണ്, നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം, ഇനി എന്ത് റീസണിലാണെങ്കിലും നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നവരുടെ തല തകരുന്നു എന്നും പറഞ്ഞാൽ നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം പോകുന്നു. അടുത്ത് കാണിക്കുന്നത് അവിടെ ഒരു മഴയുള്ള കാലാവസ്ഥ. അവിടെ ഒരു ബിൽഡിങ്ങിൽ ഒരാൾ പറയുന്നു, എനിക്ക് ഉറപ്പാണ് മൗണ്ട് ഹുയിൽ നിന്നുള്ള സഹായം പെട്ടെന്ന് എത്തുമെന്ന്. അവർ ഉറപ്പായിട്ടും വരും. ഇത് പറയുന്നത് നമ്മുടെ ഹുവ ഷാഡോ സെറ്റ് ലീഡർ വില്യം സാൻ. അവിടെ ഇപ്പോൾ വേറൊരാൾ പറയുന്നു, ഇതിന് കാര്യമില്ല സെറ്റ് ലീഡർ, നമ്മൾ നേരിടുന്ന വൂഡാങ് സെറ്റിനെയാണ്. അത് പറയുന്നത് ഡിസിപ്പിൾ ഓഫ് ഹുവ ഷാഡോ സെറ്റ് യോങ് യൂങ്.
എനിക്കറിയാം ഇപ്പോൾ മാംഗോ സെറ്റ് കുറച്ച് ഫേമസ് ആയെന്ന്. പക്ഷേ വുഡാങ് സെറ്റിനെ നേരിടുന്ന അത്രയും അവർ വലുതായില്ല. അവർ നമ്മളെ സഹായിച്ചെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവർ ഉറപ്പായിട്ടും ഇതിൽ ഇൻവോൾവ് ആകുന്നത് അവോയ്ഡ് ചെയ്യും. സെറ്റിലർ, നിങ്ങൾ സത്യം അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ തന്നെ തീർക്കാൻ നോക്കണം. നിങ്ങൾ എന്തിനാണ് അവരെ അത്ര ട്രസ്റ്റ് ചെയ്യുന്നത്? ഉണ്ട് ലീഡറാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് പറയുന്നു, നമ്മൾ മോൺഹുവ സെറ്റിൻ്റെ ഔട്ടർ സെറ്റാണ്. നമുക്ക് നമ്മുടെ ഒറിജിൻസ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ മോൺഹുവ സെറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനെല്ലാം മാറും എന്നാണ് നീ പറയുന്നത്. ഇനിയിപ്പം വേറെ സെറ്റിൽ ചേർന്നാലും മാറ്റമൊന്നും വരില്ല. ഇപ്പം വുഡാങ് സെറ്റ് തകർന്നാൽ നമ്മൾ വേറെ സെറ്റ് പോകും. എന്നിട്ട് ഷാവോലിൻ സെറ്റിൽ ചേരും. അപ്പോൾ അതും തകർന്നാൽ നമ്മൾ വീണ്ടും പോകും. എനിക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കണ്ട. ഇവിടെ ആ ലീഡറിനാണെങ്കിൽ ഇഞ്ചുറീസ് എല്ലാം കാരണം ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ട് ആ ഡിസ്പ്ലേ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നോർത്ത് ആരും നിങ്ങളെ അംഗീകരിക്കില്ല. അപ്പോൾ ലീഡർ, ഞാൻ ആരുടെയും അംഗീകാരം നോക്കുന്നില്ല. ഞാൻ വെറും എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ആ ലീഡറിനെ നോക്കിയിട്ട് പറയുവാണ്, ഇദ്ദേഹം എൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രം മൗണ്ട് ഹോസറ്റിനെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ ഇത്ര അധികം റെസ്പെക്റ്റ് ചെയ്യുന്നതും. പക്ഷേ ഇങ്ങനെ പോയാൽ, എന്നിട്ട് നമ്മുടെ ലീഡർ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, അവർ നമ്മളെ എന്തായാലും സഹായിക്കും. അവർ മോങ്ഹുവ ഡിവൈൻ ഡ്രാഗനെ അയക്കും. പെട്ടെന്ന് അവിടെ ആ വാതിൽ ആരോ തട്ടുന്നു. ഇത് കേട്ട് ഞെട്ടി നമ്മുടെ ഡിസിപ്ലിൻ ലീഡറും. അവിടെ ഒരാൾ പറയുന്നു, സെറ്റിലർ വി, നിങ്ങൾ അകത്തുണ്ടോ? ആ പുറത്ത് നിന്ന് ആൾക്കാർ പറയുന്നു, സെറ്റിലർ, ഞങ്ങൾ എന്നേക്കുമായി കാര്യങ്ങൾ തീർക്കാൻ വന്നിരിക്കുന്നു, പുറത്ത് വരൂ. സെറ്റിലർ വി, ഈ പുറത്തെ ബഹളം എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുവാണ് നമ്മൾ ലീഡർ. ആ ഡിസിപ്ലിൻ ആയിക്കോണം, ഇനി എന്ത് ചെയ്യും? അപ്പം ലീഡർ തന്നെ തീരുമാനം എടുത്തു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് പുറത്തു പോകാം. ഇല്ലെങ്കിൽ നമ്മൾ വെറും ഭീരുക്കളാണെന്ന് അവർ കരുതും. എന്നിട്ട് ആ ലീഡറാണെങ്കിൽ വാതിൽ തുറന്നു. ലീഡർ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇവിടെ വന്നേക്കുന്നത്? നിങ്ങളായിട്ട് സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. അവിടെ കാണിക്കുന്നത് നമ്മുടെ പാത്ത് അക്കാഡമി മാസ്റ്ററിനെയാണ്. എന്തിനാണ് വന്നതെന്നോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാലോ. നിങ്ങൾ ഫൈറ്റിൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തന്നെ പോകണം. എന്നിട്ടും ഒരു ലീച്ചിനെ പോലെ ഞാൻ ഇവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ആര് പറഞ്ഞു ഫൈറ്റിൽ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ വിട്ടു പോകണമെന്ന്? അപ്പോൾ ആ ലീഡർ, അതൊരു അൺസ്പോക്കൺ റൂളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എല്ലാം പാടാകുമെന്ന്. ഞാൻ കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സ്ഥലം വിട്ട് ഇന്ന് തന്നെ പോകണം. ലീഡറാണ് ഇതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പം പാത്തിൽ അക്കാഡമി മാസ്റ്റർ പറയുകയാണ്, അപ്പം ഇവിടെ ചോര വീണാൽ മാത്രമല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം അവിടെ പെട്ടെന്നൊരു സൈലൻ്റ്. അവിടുത്തെ ഒരു ഡിസിപ്ലിൻ ആണെങ്കിൽ ഇപ്പം ആ മാസ്റ്ററിനോട് പറയുന്നു, അക്കാഡമി മാസ്റ്റർ, നിങ്ങൾക്ക് പകരമായിട്ട് ഞാൻ സംസാരിക്കാം. അത് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസിപ്ലിൻ പറയുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ ആ പുള്ളിനെ കണ്ട് നമ്മുടെ ലീഡർ ഒന്ന് ഞെട്ടിപ്പോയി നിൽക്കുകയാണ്. പുള്ളി പറയുന്നു, അവൻ തലയിൽ വെച്ചേക്കുന്ന ഹാറ്റും ബ്ലാക്ക് റോബും പിന്നെ ആ പൈൻ ട്രീയുടെ സിമ്പലും വുഡാങ് സെറ്റിലെ ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിനാണ് നമ്മുടെ ലീഡറിനെ ഗ്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് വുഡാങ് സെറ്റ്. അവൻ ആ ഡിസിപ്ലിനെ കണ്ടിട്ട്, ജിനിയൂൻ ദ അൺസീസിങ് സോഡ് ജിനിയൂൻ. ഇത് കുറച്ച് നാണക്കേടാണ്, എന്നാൽ ഞാൻ ഈ പേരിലും അറിയപ്പെടും, ദ അൺസീസിങ് സോഡ്. അതിനൊപ്പം തന്നെ ഇവൻ വുഡാങ് സോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ലീഡർ മനസ്സിൽ പറയുന്നു, ഇവൻ ന്യൂ ജനറേഷനിലെ ടോപ്പ് ഡിസിപ്പിളാണ്. ഒരിക്കൽ ലോകത്തിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ ആകാൻ സാധ്യതയുള്ളവൻ. വുഡാങ് സെറ്റ് ഇവനെ അയച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്നിട്ട് ആ ഡിസിപ്ലിൻ പറയണം, ഞാൻ പാത്ത് അക്കാഡമി മാസ്റ്ററിൽ നിന്ന് കാര്യങ്ങളെല്ലാം കേട്ടു. നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ താമസിക്കണമെന്ന്. അത് ശരിയാണ്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതത്ര നല്ല ഐഡിയ എന്ന് തോന്നുന്നില്ല. 2 അക്കാഡമീസ് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. പിന്നെ നിങ്ങൾ 2 കൂട്ടരും കുറച്ച് പേരെ മാത്രമാണ് ടേക്ക് ചെയ്യുകയുള്ളൂ. എന്നിട്ട് ആ ലീഡർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടുന്ന് പോകണം? എന്നിട്ട് ആ ഡിസിപ്ലിൻ പറയാണ്, ഇപ്പോൾ 2 അക്കാഡമി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും സഫർ ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോട് ഇവിടെ ചുമ്മാ പോകാനല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരു കോമ്പൻസേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും? നിങ്ങൾ പോകുന്നതിൻ്റെ എല്ലാ ചെലവും വുഡാങ് സെറ്റ് കവർ ചെയ്യും. ഈ കള്ളന്മാർ ഇവിടെ പൈസയല്ല പ്രശ്നമെന്ന് അറിഞ്ഞിട്ടും അവരിങ്ങനെ പറയുന്നു. ഈ ഹുവാൻ ഷാഡോ സെറ്റ് നായാങ്ങിന് സ്വന്തമാണ്. ഞങ്ങൾക്കിവിടെ ഡീപ്പായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങളുടെ മെമ്പേഴ്സും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടം വിട്ട് പോകാൻ പറയുന്നത് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഇറേസ് ചെയ്തിട്ട് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യാനെന്നുള്ളതാണ്. അവിടെ ലീഡർ പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ഇൻറ്റൻഷനും ഇല്ല. നമ്മുടെ ഡിസിപ്ലിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് നിങ്ങൾക്കിവിടെ നിൽക്കാൻ. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യാം. പെട്ടെന്ന് ആ ഡിസിപ്ലിൻ പറയുകയാണ്, നിങ്ങളുടെ സൈൻ ബോർഡിൽ നിന്ന് ആ പ്ലം ബ്ലോസം സിമ്പൽ എടുത്തുകളാം. ഇത് കേട്ട് ഞെട്ടി നമ്മുടെ ലീഡർ, ഒരു സ്ഥലത്ത് തന്നെ 2 സെറ്റിൽ നിന്നുള്ള അക്കാഡമീസ് പാടില്ല. ഇപ്പോൾ മോങ്ഹോ സെറ്റ് അത്ര പവർഫുൾ അല്ല, പക്ഷേ അവർ ഞങ്ങളെ റൈവൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ സെറ്റുകാർ
ഇതേ സ്ഥലത്ത് നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പം നീ തീരുമാനിക്കുക. നീ നിൻ്റെ മൗണ്ട് ഹൊസറ്റുമായിട്ടുള്ള കണക്ഷൻ എറേസ് ചെയ്തിട്ട് പോന്ന്. ഇല്ലെങ്കിൽ ഈ ഹുവാൻ ഷാഡോ സെറ്റ് എന്ന പേര് തന്നെ ന്യായങ്ങളിൽ നിന്ന് ഇറേസ് ആകണോ എന്ന്. നിൻ്റെ തീരുമാനം എന്താ? നമ്മുടെ ലീഡറാണ് ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അദ്ദേഹം ബുദ്ധിമുട്ടിയാണെങ്കിലും പറയുന്നു, ഞങ്ങൾ മൗണ്ട് ഹൊസറ്റിനെ ഉപേക്ഷിക്കില്ല. നീ ഇത് വീണ്ടും പറഞ്ഞു തുടങ്ങി. നീ ഇത് സ്വയം വരുത്തി വെക്കുന്നതാണ്. ഞാൻ നിനക്ക് 6 മണിക്കൂർ സമയം തരാം. അപ്പോൾ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ലീഡറാണെങ്കിൽ വളരെ ഒച്ചയ്ക്ക് ദേഷ്യത്തിൽ പറയുവാണ്, നിങ്ങൾക്ക് വുഡാങ് സെറ്റ് എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടബിൾ സെറ്റിലെ ആൾക്കാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എത്ര നാണം കെട്ട സ്വഭാവം. വിസിബിൾ കേട്ട നാണക്കേടോ? തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങൾ ലോകം മൊത്തം ഫേമസ് ആകാൻ തന്നെ കാരണം ഞങ്ങൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം ഞങ്ങൾ തന്നു. നീയാണ് ഞങ്ങളിപ്പോൾ റിജക്റ്റ് ചെയ്യുന്നത്. നീ ഇത് മനസ്സിൽ ഓർത്ത് വെച്ചോ. നിനക്ക് 6 മണിക്കൂർ സമയമുണ്ട് എന്നും പറഞ്ഞ് ആ ഡിസിപ്പിൾസാണ് അവിടുന്ന് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, നീ ഇത്രയധികം കഷ്ടപ്പെടുന്നത് മൗണ്ട് ഹൊസറ്റ് നിനക്ക് സഹായം നൽകുന്ന ഓർത്താണോ? എന്നോട് പറയല്ലേ, അവർ സഹായിക്കുന്നതാണോ നീ ഓർത്ത് വെച്ചേക്കുന്നത്? ഞങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതോർത്താണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സമ്മതിക്കണം. പെട്ടെന്ന് പറയുന്നു, എന്ത് വിഡ്ഢിത്തരമാണ് ഇവൻ പറയുന്നത്? അവിടേക്ക് ഒരാൾ നടന്നു വരുന്നു. അവൻ ചോദിക്കുന്നു, നീ ആരാ? ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ നീ ആരാന്ന്? അപ്പോൾ ആ ഡിസിപ്ലിനെ തള്ളി മാറ്റിയിട്ട്, ഇത് ഞാനാടാ ടോയിസ്റ്റ് നായകളെ എന്നും പറഞ്ഞാണ്ട് MC ആണെങ്കിൽ നടന്നു വരുന്നു. ആ ഡിസിപ്ലിൻ ചോദിക്കുകയാണ്, ആര്? അപ്പോൾ MC, ഇപ്പം അറിഞ്ഞിട്ട് എന്നതിനാ? ഡിസിപ്ലിനാണ് മനസ്സിൽ, ഇവൻ ഭ്രാന്തനാണോ? എന്ത് വിചിത്രമാണ്. ഇവനിപ്പം ഞങ്ങൾ വുഡാങ് സെറ്റിലെ ഡിസിപ്ലിനാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലേ പോലും ഇത്രയും ഗ്രൂപ്പ് ഓഫ് സോർട്സ്മാൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരുത്തിനെ തള്ളി മാറ്റുമെന്ന് പറയുമ്പം പെട്ടെന്ന് അവിടെ കടന്നു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം കയറി വരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വഴി മുടക്കിയിരിക്കുന്നതെന്ന്. ഇവരുടെ ഇല്ലേ ആറ്റിറ്റ്യൂഡ് കണ്ട് നമ്മുടെ വുഡാങ് ഡിസിപ്ലിനെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ സോയാങ് എഴുതിനെ കണ്ടപ്പോൾ, അച്ഛാ. സോയാങ്ങിനെ കണ്ടു ഞെട്ടി എഴുതും. സോയാങ് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സോയാങ്, നീ വന്നോ? അതെ അച്ഛാ, ഞാൻ മൗണ്ട് ഹൊസറ്റിൻ്റെ ഡിസിപ്പിൾസിനെയും കൊണ്ടുവന്നു. ആ ഡിസിപ്പിൾ പറയുന്നു, മൗണ്ട് ഹൊസറ്റ്? അവിടെ നമ്മുടെ MC ചിരിച്ചുകൊണ്ട്, അതെ, മൗണ്ട് ഹൊസറ്റ്. അതുകൊണ്ട് ആ ഡിസിപ്പിൾ മനസ്സിൽ പറയുകയാണ്, ഇവൻ്റെ ഈ ഒച്ച കാരണം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കാണുന്നു ആ പ്ലം ബ്ലോസം സിമ്പിൾ. എന്നിട്ട് ബാക്ചുനാണെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ലീഡറിൻ്റെ അടുത്ത്. ലീഡറാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ബാക്ചുൻ, ഹുവാ റൈഷസോട്ട് സെറ്റ് ലീഡർ, ഇവനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അയച്ചോ? ഇത് കണ്ടിട്ട് നമ്മുടെ ലീഡറാണ് അവിടെ നിന്ന് ഇരുന്ന് പോയി. എന്നിട്ട് ആ ലീഡറാണ് നമ്മൾ ബാക്ചുൻ്റെ ഓറയിൽ കണ്ടിട്ട്, ഇവരെന്തായാലും അൺസീസിങ് സോഡിനോട് തോൽക്കില്ല. പിന്നെ അതിനർത്ഥം മോഹോട്ട് വേണ്ടാങ്ങനും ഇവിടെ വന്നോ? പെട്ടെന്ന് നമ്മുടെ MC ആണ് അവിടെ നിന്ന് ഓടി വന്നിട്ട്, ഓ നീയാണല്ലേ സെറ്റ് ലീഡർ, ഞാൻ നിന്നെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. 30 വർഷമായിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഫീസ് തരുന്ന സെറ്റ്. അപ്പോൾ യോഞ്ചൻ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതിന് പ്രൊട്ടക്ഷൻ ഫീസ് എന്ന് വിളിക്കല്ലെന്നോ? നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ചൂമിങ്. നമ്മുടെ ലീഡറാണ് ഇത് കേട്ട് ഞാൻ കേട്ടത്. എന്ത് ചൂമിങ്ങോ? അതെ, ചൂമിയോ. അവിടെ ആ ഡിസിപ്ലിൻ ഞെട്ടിപ്പോയി. എന്ത് ചൂമിയും? നീയാണോ മൗണ്ട് ഹോർഡ് വേണ്ടാങ്ങെന്ന് അറിയപ്പെടുന്ന അവൻ? നിങ്ങൾ പറയുന്ന ആ നിക്നെയിം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചൂമിങ് ആണ്. അപ്പോൾ ആ ഡിസിപ്ലിനെ ഞെട്ടിയിട്ട് മനസ്സിൽ പറയുവാണ്, ഇവനെ പോലെയുള്ളൊരു ഗ്യാങ്സ്റ്ററാണോ ചൂമിങ്? ന്യൂ ജനറേഷൻ ലീഡർ എന്നറിയപ്പെടുന്നവനും എൻ്റെ നിക്നെയിമിനേക്കാളും പ്രസ്റ്റീജ് നിക്നെയിമുള്ളവനും. അവിടെ നമ്മുടെ MC പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട സെറ്റിലോ, ഞങ്ങളിതെല്ലാം ശരിയാക്കി തരാം. ഇതെല്ലാം ഒരു ചിരിയോടെയാണ് നമ്മുടെ MC പറയുന്നത്. അവിടെ ഡിസ്പ്ലേ പറയുകയാണ്, ഇവനെ പോലെയുള്ള ഒരുത്തൻ എന്നേക്കാളും സ്ട്രോങ്ങർ ആണെന്നോ? അവിടെ പെട്ടെന്ന് നമ്മുടെ ബാക്ചുൻ പറയുന്നു, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ഞാൻ ബാക്ചുൻ. നമ്മുടെ ഡിസിബിൾ പുറത്തോട്ട് വന്നു. കണ്ടവൻ നമ്മുടെ ഡിസിബിൾ പറയുന്നു, ഞാൻ ജിങ്യൂൻ. ഇനിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഓ, നിന്നോട് സംസാരിക്കാൻ? അതിനർത്ഥം മൗണ്ട് ഹൊസറ്റ് ഇതിൽ ഇടപെടുവാന്ന് അല്ലേ? ഇതിൽ ഇടപെടാതിരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അവരുടെ ഡിസിബിൾ, എത്ര അഹങ്കാരി. അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് കുറച്ച് പ്രശസ്തി വന്നു എന്ന് കരുതി അവർ വുഡാങ് സെറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ഡിസിബിൾ ചോദിക്കുക, നിങ്ങൾ എന്താ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ കാര്യത്തിൽ? ഞങ്ങൾക്ക് ഇത് സംസാരിച്ച് തീർക്കാനൊക്കെയാണ് താല്പര്യം. പക്ഷേ കണ്ടിട്ട് വുഡാങ് സെറ്റിന് ആ ഇൻറ്റൻഷൻ ഇല്ലെന്ന് തോന്നുന്നു. അവനിൽ നിന്ന് വരുന്ന ഈ ഓറ തന്നെ വ്യത്യസ്തമാണ്. ഏതാണ്ട് ഈ ഏരിയ ഫുള്ള് താഴ്ത്തുന്ന പോലെ. എന്തായാലും ഹുവാ റൈഷസോട്ട്, ഇവൻ ഈ പേര് ചേരും. ആ ഡിവൈൻ ഡ്രാഗണിനേക്കാളും തികച്ചും വ്യത്യസ്തം. അപ്പം ഡിസിപ്ലിൻ പറയുന്നു, അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഞങ്ങളിതെന്തായാലും തിരസ്കരിക്കില്ല. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എന്ന് നമ്മുടെ MC പറയുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളിവിടെ വന്ന നീയൊക്കെ ആയിട്ട് ഡ്യുവൽ ചെയ്യാൻ വേണ്ടിയാണെന്നാണോ? നമ്മളെ ഡിസിപ്ലിൻ കേട്ടിട്ട്, എന്ത് നിനക്കൊക്കെ ഒന്നും ഒരു മാനേഴ്സും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ മറ്റേ ഡിസിപ്പിൾസൊക്കെ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ നമ്മുടെ MC ഒരുത്തൻ വേറൊരുത്തൻ്റെ സെറ്റിൽ കയറി വന്നിട്ട് മരിക്കണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ പറയുന്നു. അതായിരിക്കും മാനേഴ്സ്. കണ്ടിട്ട് നിനക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം അത് യൂസ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിളാണ് ദേഷ്യം വരുന്നു. അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. നമ്മുടെ MC അപ്പോൾ പോയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് കാണിച്ചതാ നിൻ്റെയൊക്കെ എബിലിറ്റീസ്.
പക്ഷേ എങ്ങനെയാണെങ്കിലും തിരിച്ച് വരുവാണെങ്കിൽ നിൻ്റെയൊക്കെ തല പൊട്ടാൻ നീയൊക്കെ തയ്യാറായിക്കോ. നമ്മുടെ ഡിസിപ്ലിൻ കേട്ടിട്ട് അത് ഞാൻ മൗഹയുടെ തീരുമാനമെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ബാച്ചുൻ ഞങ്ങൾ പറഞ്ഞ കാര്യം എങ്ങനെ തിരിച്ചെടുക്കും? പിന്നെ നിങ്ങളുടെ തീരുമാനം ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. എന്നിട്ട് ആ ഡിസിപ്ലിനാണ് വാള് തിരിച്ചു വെച്ചിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ടൈം തരാം. ഞങ്ങൾ ഇതേ സമയം തിരിച്ചു വരും നാളെ അറ്റാക്ക് ചെയ്യാൻ. പിന്നെ നീയൊക്കെയല്ലേ ഇത് പറഞ്ഞേ. അപ്പോൾ ജിയാങ്ഹുവിൻ്റെ റൂൾ അനുസരിച്ച് ഇവിടെ സംഭവിക്കാൻ പോകുന്നതിലൊന്നും ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി അല്ല. ഇവിടെ MC ആണെങ്കിൽ ഇതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് MC ആണ് ചിരിച്ചുകൊണ്ട് പറയാണ്, ആദ്യം നീയൊക്കെ പറഞ്ഞ 6 മണിക്കൂർ, ഇപ്പോൾ പറയുന്നു ഒരു ദിവസം. നിൻ്റെയൊക്കെ ഇഷ്ടത്തിന് നീ റൂൾസ് മാറ്റുവാണോ? പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ ഡിസിപ്ലിനാണ് നല്ല ദേഷ്യം വന്നു. അവൻ മനസ്സിൽ പറയുന്നു, ഞാൻ അവനുമായിട്ട് വർത്തമാനം പറഞ്ഞെന്ന് അർത്ഥം, ഇല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ തന്നെ പോകും. നമ്മുടെ യോജോങ് ജോവലിനും ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരുന്നു. എന്നിട്ട് ആ ഡിസിപ്ലിനാണെങ്കിൽ വാള് തിരിച്ചു വെച്ചിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമ്മുടെ ബിയാക്ച്വനും ജോവലും യോങ്ജോങ്ങും യുവും ഒക്കെ നോക്കി നിൽക്കുന്നു അവൻ പോകുന്നത്. ഓ, ആ ദേഷ്യം തന്നെ അവൻ സ്വയം കൺട്രോൾ ചെയ്തു. ഫുഡാങ് ഡിസിപ്പിൾസ് അവരുടെ പേരിനൊത്ത് തന്നെ ഉണ്ട്. ഈ സിറ്റുവേഷനെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ സ്വയം ലീഡറും. എന്നിട്ട് നമ്മുടെ MC ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളെ വിശ്വസിക്കാൻ? അപ്പോൾ നിങ്ങളവിടെ വെറുതെ ചുമ്മാ ഇരുന്നാൽ മതി. ചുമ്മാ അവിടെ പോയി ഇരിക്കാനോ റിലാക്സ് ചെയ്യാനോ? നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലേ? ഇതെല്ലാം വളരെ ടെൻഷനോടെയും പേടിയോടെയാണ് നമ്മൾ ലീഡർ ചോദിക്കുന്നത്. ഡിസിപ്ലിനാണ് കാര്യം മനസ്സിലായില്ല. ആ ലീഡർ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാനാണ്, അല്ലാതെ ഒരു യുദ്ധം നടത്താനല്ല. പുള്ളിയുടെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടുന്നു. പുള്ളി എൻ്റെ നിലത്തേക്ക് വീഴാറുന്നു. അവിടെ ഇത് കണ്ട് നമ്മുടെ സോയാങ്ങും പേടിക്കുന്നു. MCക്ക് കാര്യം മനസ്സിലായില്ല. അവൻ പറയുന്നു, നമ്മളിവിടെ എന്താ തെറ്റ് ചെയ്തത്? അപ്പോൾ യോജോ, നമ്മളല്ല നീയ. MCക്ക് അപ്പോഴും പിടികിട്ടുന്നില്ല കാര്യം എന്താണെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ ഡിസിപ്പിളിൽ ചോദിക്കുകയാണ്, സീനിയർ ബ്രദർ, നിങ്ങൾ എന്തിനാണ് അവനെ ഒരു ദിവസം സമയം കൊടുത്തത്? സീനിയർ ബ്രദർ, അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡിസിപ്പിളാണെ നോക്കുന്നുമില്ല. നമ്മൾ അവൻ്റെ എല്ലെങ്കിലും ഒടിച്ചിട്ട് പോരണ്ടായിരുന്നോ? നമ്മുടെ ഡിസിപ്പിൾ അവിടെ പെട്ടെന്ന് നിന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ തന്നെയോ? ആ ഡിസിപ്പിൾ, അതെ ഇപ്പോൾ തന്നെ. അതെ, നമുക്ക് തിരിച്ചു പോകാം. അവനെ വെച്ച് ഒരു എക്സാമ്പിൾ അവർക്ക് കൊടുക്കാം. എന്നിട്ട് ഡിസിപ്പിൾ പറയുകയാണ്, എന്തുകൊണ്ടെന്നറിയാം അവർക്ക് ഞാൻ നാളെ വരെ സമയം കൊടുത്തത്? ആ ഡിസിപ്ലിൻ അത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ആ ച്യൂമിങ്ങിനെ കൊന്നേനെ എന്ന് വളരെ ദേഷ്യത്തിലാണ് നമ്മുടെ ഡിസിപ്പിൾ പറയുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഫുഡാങ് സെറ്റുമായിട്ട് എനിമിയായെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. അവിടെ കാണിക്കുന്നത് നമ്മുടെ ഒരു കുട്ടീനെയാണ്. അത് നമ്മുടെ ഹുവ ലീഡറാണ് ലിംസാൻ. അച്ഛ, മൗണ്ട് ഹുവ സെറ്റ് റെപ്യൂട്ടബിൾ സെറ്റാണ്. നമ്മുടെ കുറേയധികം പ്രൊഡ്യൂസേഴ്സിൻ്റെ അധ്വാനം കൊണ്ടാണ് ഇത് ഇവിടം വരെ എത്തിയത്. അവരിപ്പോൾ കുറേ കഷ്ടപ്പാടിലൂടെ പോയാലും അവർ തിരിച്ചു വരും. അപ്പോൾ ഈ സിറ്റുവേഷൻ കണ്ട് നീ അവരെ ജഡ്ജ് ചെയ്യല്. ഒരിക്കൽ നമ്മുടെ സെറ്റും അവരുടെ ഒപ്പം തന്നെ ഉയരും. നീ മൗണ്ട് ഹുവയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പെട്ടെന്ന് ചാടി എണ്ണീറ്റ് നമ്മുടെ ലീഡറിൻ്റെ സൈഡിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ലീഡറിൻ്റെ ഡിസിപ്പിൾ, അത് സ്വപ്നമായിരുന്നോ? പിന്നെ പുറത്ത് പെട്ടെന്ന് ചിരിയൊക്കെ. നമ്മുടെ ലീഡറിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. പുറത്ത് കാണിക്കുന്നത് നമ്മുടെ MC ആണെങ്കിൽ അവിടെ ഡ്രിങ്ക്സും മീറ്റും എല്ലാം കഴിക്കുന്നു. ആ ഡിഷ് എനിക്ക് വേണം എന്ന് ജോവിൻ്റെ അടുത്ത് പറയുന്നു MC ജോവിലാണ് തരത്തില്ലെന്ന് പറയുന്നു. അവിടെ പെട്ടെന്ന് വാതിൽ തുറന്ന് നമ്മുടെ ലീഡർ, ഇത് ഡ്രിങ്ക്സ് കഴിക്കേണ്ട സമയമൊന്നുമല്ല, നിങ്ങൾ ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ ലീഡറിനെ കണ്ട് ഞെട്ടി നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം. നമ്മുടെ ബാഗ്ചാണെങ്കിൽ അവർക്ക് വേണ്ടി ക്ഷമ വയ്ക്കുന്നു. അപ്പം ഇതൊക്കെ ചെയ്ത നമ്മുടെ MC ആണെങ്കിൽ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ക്ഷമ വയ്ക്കുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ ലീഡർ പറയുകയാണ്, ഇതാണോ റെപ്യൂട്ടബിൾ സെറ്റ് എന്ന് പറയുന്നത്? പുള്ളി എന്നിട്ട് സമാധാനമായിട്ട് കണ്ടു പറയുന്നു, ഹുവാൻ ഷൗൺ സെറ്റ് ന്യായങ്ങളിൽ നിന്ന് പോകുന്നു. അച്ഛാ, ഇവിടം വിട്ട് പോകുന്നത് അത്ര നിസ്സാരമല്ല. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല. നിങ്ങൾ കാരണം ഒരു ദിവസം സമയം കിട്ടി, അതുകൊണ്ട് പോകാനുള്ള സമയമുണ്ട്. ആണെങ്കിൽ സെറ്റ് ലീഡർ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഡിപ്പെൻഡബിൾ ആയിട്ട് തോന്നില്ല. പക്ഷേ ലീഡറാണെങ്കിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ടല്ല, കാരണം നമ്മുടെ ഓപ്പണിൻ്റെ ഫുഡാങ് സെറ്റാണ്. നമ്മൾ എത്രയൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്താലും ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഇവിടം വിട്ട് പോകുന്നതും വരെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ MC ചോദിക്കുകയാണ്, ഈ സ്ഥലത്തിന് ഇത്ര പ്രത്യേകത എന്താ? അവർ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ? നമ്മുടെ ലീഡറാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ MC ആണ് സമ്മതിക്കുന്നു. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, സെറ്റ് ലീഡറിന് അറിയത്തില്ലെങ്കിൽ അത് അതിശയിക്കാനൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കോമൺ നോളേജസ് ഒക്കെയാണ്. എനിക്കറിയാവുന്ന ഫുഡാങ് സെറ്റ് എന്ന് പറയുന്നത് മരണക്കിടക്കയിൽ പോലും അവരുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരിത്രയധികം ചെയ്യണമെങ്കിൽ ഇവിടെ എന്തോ ഉണ്ട്. അവിടെ ലീഡർ പറയുന്നു, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മോഹ സെറ്റിലേക്ക് തിരിച്ചു പോകണം. ഇനിയും വരാൻ പോകുന്നത് ഞാൻ നോക്കിക്കോളാം. നമ്മുടെ MC ആണെങ്കിൽ അത് നടക്കില്ല. എന്ത്? ഞങ്ങളുടെ സെറ്റ് ലീഡർ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തേക്കുവാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വരാൻ. അപ്പോൾ ലീഡർ, ഇത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലം അല്ല. മൗണ്ട് ഹോ സെറ്റ് നിങ്ങൾ ചെയ്തതൊന്നും മറന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഔട്ടർ സെറ്റിനെ ഉപേക്ഷിക്കില്ല. ലോകം ഈ കാര്യം ഉറപ്പായിട്ടും അറിയും. ഇതെല്ലാം കേട്ട് ഞെട്ടി നമ്മുടെ
ലീഡറും ചൂമിങ് മൗണ്ട് ഡിവൈൻ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ആൾ. ഞാൻ എൻ്റെ കുറച്ച് മുമ്പത്തെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊരു ഫേവർ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ശരി, എന്നാൽ നിങ്ങൾക്ക് ഇനിയും വൈൻ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊരു ബോട്ടിൽ കൂടെ തരുമോ എന്ന് എം സി ചോദിക്കുന്നു. എം സിയുടെ ഈ ചോദ്യം കേട്ടിട്ട് നമ്മുടെ ലീഡർ ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ഇവന് മേലുള്ള ജഡ്ജ്മെൻറ്റ് തെറ്റിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹുവാൻ ഷാഡോ സെറ്റ് ഉറപ്പായിട്ടും ഇന്ന് ഓടിപ്പോകുമോ? അവിടെ സീൻ പറഞ്ഞു. അവർ ഉറപ്പായിട്ടും. പക്ഷേ ആ മോങ്ഹ എന്നുള്ളവർ ഓടിപ്പോവില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? ഇത് പറയുന്ന ജിൻമു, സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ. കാരണം അതിനൊത്ത പ്രശസ്തി അവർക്കുണ്ട്. ഇത്രയധികം റെപ്യൂട്ടേഷനുള്ള ആൾക്കാർ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കില്ല. ഒത്തിരിയൊക്കെ ഇങ്ങനെ റെപ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ അഹങ്കാരികളാകും. എനിക്ക് തോന്നുന്നില്ല ആ മൗണ്ട് ഡ്രിവൈൻ ഡ്രാഗൺ അവൻ്റെ നെയിം പെട്ടെന്ന് വലിച്ചെറിയുമെന്ന്. അതെല്ലാം ഹോണറബിളായ പീപ്പിൾസ് അല്ലേ. അവർ ചുമ്മാ നാണം കെട്ടവർ. അവരങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ ഞാൻ അവൻ്റെ തെറ്റ് പറയില്ല. ഈ ചെറിയ പ്രായത്തിൽ അവൻ അത്രയധികം പ്രശസ്തി നേടി. അപ്പം ഒരു അഡൽട്ട് എന്ന നിലയിൽ നമ്മളല്ലേ അവനിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാണെങ്കിലും നമ്മളിവിടെ വന്നതിനുള്ള യഥാർത്ഥ ലക്ഷ്യം മറക്കല്ലേ. നീ അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഡിസിപ്ലിനാണ് അതേന്ന് പറയുന്നു. ഏത് സെറ്റാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരാൾ മാത്രം എന്നെ ബോധർ ചെയ്യുന്നുണ്ട്. അവനെ പെട്ടെന്ന് തന്നെ തീർത്തു കഴിഞ്ഞാൽ ശരിയാകും. ഇതെല്ലാം ഉദ്ദേശിച്ച പോലെ ശരിയാകുവാണെങ്കിൽ നമുക്ക് ഷാവലിൻ സെറ്റിനെ സർപ്പാസ് ചെയ്യാം. എന്നിട്ട് ലോകത്തിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് സെറ്റാകാം. ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വന്നതും പാത്ത് അക്കാഡമി എന്ന് പറഞ്ഞ ഫേക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്തതും എല്ലാത്തിനും കാരണം ആ സോഡ് ഗ്രേവി ആർട്ടിന് വേണ്ടിയാണ്. എല്ലാം പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഈ ലോകം തന്നെ വുഡാങ് സെറ്റിൻ്റെ കാൽ കീഴിലാകും.